എല്ലാവർക്കും ഹൃദ്യം മലയാളത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക്, മലയാള ചെറുകഥയെ പറ്റി പഠിക്കുന്ന 4ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. എല്ലാവരും വിഷുവും ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞതിന്റെ ആ ഒരു തിരക്കിലായിരിക്കും അല്ലേ? പക്ഷെ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നും എല്ലാവരും കൃത്യമായി നോട്ട് എഴുതിയെടുക്കുന്നുണ്ട് എന്നും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട് എന്നും നമ്മൾ വിശ്വസിക്കുകയാണ്. എൻ്റെ ക്ലാസ്സുകൾ മാത്രമല്ല, എല്ലാവരുടെയും ക്ലാസ്സുകൾ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അതിവേഗം നമുക്ക് കുതിച്ചു കയറേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ ശക്തമായി, വളരെ സന്തോഷത്തോടെ, വളരെ ആത്മവിശ്വാസത്തോടെ പഠിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാലോ. തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമന്റ്സിലൂടെ അറിയിക്കുക. ഒപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ, ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ നമ്മൾ അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ജനറൽ പേപ്പറിന്റെ ഒരു ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഈ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക, വീഡിയോസ് ഒക്കെ നന്നായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മൂർക്കോത്ത് കുമാരനെ പറ്റിയാണ് അല്ലേ? ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനും നോവലിസ്റ്റും വിവർത്തകനും ഒക്കെ ആയിരുന്ന മൂർക്കോത്ത് കുമാരനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ആ ക്ലാസ്സും ആ ക്ലാസ്സിന്റെ പിന്നിലേക്കുള്ള ക്ലാസ്സുകളും ഒക്കെ പ്ലേലിസ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണാത്തവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആ വീഡിയോസ് പോയി കാണുക, അതിലെ നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക, എന്നിട്ട് കൃത്യമായി ഇവിടേക്ക് എഴുതുക. എങ്കിൽ മാത്രമേ ആ കണ്ടിന്യൂട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മൂർക്കോത്ത് കുമാരനെ പറ്റി നമ്മൾ പറഞ്ഞത്? മൂർക്കോത്ത് കുമാരനെ പറ്റി നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുകഥകളെ പറ്റി പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ചെറുകഥകളെ പറ്റി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി തന്നെയാണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞത് വളരെ ലെങ്തി ആയ ക്ലാസ് ആവും എന്ന് സംശയമുള്ളത് കൊണ്ട് അത് ഞാൻ അവിടെ വെച്ച് നിർത്തിയതാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങളോടെ ബാക്കി നമുക്ക് പറയാനുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് ഇനി പറയാനുള്ളത്, കുമാരന്റേതായി 100ൽ പരം കഥകളുണ്ടെന്നും അധികവും ദീപമാസികയിൽ പ്രസിദ്ധം ചെയ്തതാണെന്നും സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ പറയുന്നുണ്ട്. കുമാരന്റേതായി 100ൽ പരം കഥകളുണ്ടെന്നും അധികവും ദീപമാസികയിൽ പ്രസിദ്ധം ചെയ്തതാണെന്നും സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ പ്രസ്താവിക്കുന്നു. ഇവിടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്സ് ഉണ്ട്. കീറ്റ്സിന്റെ ഇസബെല്ലയുടെ സ്വതന്ത്രാവിഷ്കാരമായിരുന്നു ആശാകല എന്ന കാവ്യകൃതി. നിങ്ങൾ കൃത്യമായി അത് പഠിച്ചു വെക്കണം. കീറ്റ്സിന്റെ ഇസബെല്ലയുടെ സ്വതന്ത്രാവിഷ്കാരമായിരുന്നു ആശാകല എന്ന് പറയുന്ന കാവ്യകൃതി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്, കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെറുകഥ എന്ന ടോപ്പിക് ആണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു എഴുത്തുകാരനെ വളരെ ആഴത്തിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ മൂർക്കോത്ത് കുമാരന്റെ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറുകഥകളെ പറ്റി നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിൽ പറയുന്നത് പോലെ തന്നെ 100ൽ പരം ചെറുകഥകൾ മൂർക്കോത്ത് കുമാരൻ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ചെറുകഥകളൊന്നും നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമുക്കൊരു ക്ലാസ് ആയി ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ചെറുകഥകളാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി എല്ലാ ചെറുകഥകളും നമ്മൾ ചോദ്യ രൂപേണയോ എന്താ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ആ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. 1896 പ്രസിദ്ധീകരിച്ച കലികാല വൈഭവം എന്ന ആദ്യ കഥ അല്ലെ, കലികാല വൈഭവം എവിടെയാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് കൃത്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ഞാനത് പറയുന്നില്ല, കാരണം എനിക്കറിയാം നിങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ നിർബന്ധമായും പോയി കാണുകയും ചെയ്യുക. അപ്പോ കലികാല വൈഭവം എന്ന ആദ്യ കഥ, അതിൽ പറയുന്നത് സമുദായത്തിലെ ചില ആദർശങ്ങളെ പിടിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ്. പക്ഷെ പണ്ഡിതരൊക്കെ പറയുന്നത് ഇത് ഒരു കൃത്രിമത്വമുള്ള കഥയാണ്. പല പണ്ഡിതരും ഇതിനെ ഒരു ലക്ഷണമൊത്ത കഥയായി അല്ലെങ്കിൽ ഒരു വളരെ മികച്ച ഒരു കഥയായി ഒന്നും കാണുന്നില്ല ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥയെ. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കുഞ്ഞിരാമ മേനോൻ, ശങ്കരമേനോൻ, കേശവമേനോൻ, ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പൊ ഈ കഥയുടെ രത്നചുരുക്കം ഞാനൊന്ന് പറയാം. ഇതിലെ കഥാപാത്രങ്ങൾ ആരാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെയാണ്? കുഞ്ഞിരാമ മേനോൻ, ശങ്കരമേനോൻ, കേശവമേനോൻ. അപ്പൊ ഈ കുഞ്ഞിരാമ മേനോന് ലക്ഷ്മിക്കുട്ടി അമ്മയെ വിവാഹം കഴിക്കണം. പക്ഷെ പിതാവായ ശങ്കരമേനോന് ഇതിൽ അത്ര താല്പര്യമില്ല. പക്ഷേ കുഞ്ഞിരാമ മേനോന്റെ ചങ്ങാതിയാണ് കേശവമേനോൻ. കേശവമേനോനെ കണ്ട് പിതാവിനെ ഒന്ന് വശപ്പെടുത്താൻ കുഞ്ഞിരാമ മേനോൻ ശ്രമിക്കുകയും പക്ഷെ പരാജയപ്പെടുകയും ചെയ്തു. അതെങ്ങനെ എന്തായി? കുഞ്ഞിരാമ മേനോൻ നാട് വിട്ടു പോവുകയാണ്. പിതാവ് പുറകെ അന്വേഷിച്ചു പോയി. പക്ഷെ വഴിക്ക് വെച്ച് പിതാവ് വെടിയേറ്റ് മരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് കുഞ്ഞിരാമ മേനോൻ തിരിച്ചു വന്ന് ലക്ഷ്മിക്കുട്ടി അമ്മയെ വിവാഹം കഴിക്കുന്നു. പക്ഷെ ഇതേ സമയം സുഹൃത്തായ കേശവ മേനോന് ലക്ഷ്മിക്കുട്ടി അമ്മയിൽ ഒരു മോഹമുണ്ടായിരുന്നു. അവർ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിതാവിനെ
കുഞ്ഞിരാം മേനോൻ വെടിവെച്ച് കൊന്നതാണ്, അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് പിതാവ് മരിച്ചത് എന്ന് ഒരു കഥ കേശവ മേനോൻ പറയുകയും പക്ഷെ പിന്നീട് ഈ മരിച്ചുപോയി എന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ പിതാവ് തിരിച്ചു വരികയും വഞ്ചനാ കുറ്റം ചുമത്തി അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അതായത് കുഞ്ഞിരാം മേനോന്റെ സുഹൃത്തായ കേശവ മേനോന് ശിക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു കഥയാണ്. ഇതാണ് ഈ കഥയുടെ രത്നചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കൃത്രിമത്വം നിറഞ്ഞ കഥയാണ്. ഈ കഥയിൽ അങ്ങ് പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് പല പണ്ഡിതരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യകാല ചെറുകഥാകൃത്തുകളിൽ ആദ്യ കഥയിൽ തന്നെ വളരെയധികം പ്രസിദ്ധനായ ആദ്യത്തെ കഥ കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള നിലവാരം പുലർത്തിയ കഥ എന്ന ഒരു അഭിപ്രായമൊന്നും ഇതിന് കൊടുക്കാനില്ല. ഈ കഥ കലികാല വൈഭവം എന്ന ഈ കഥയ്ക്ക് കൊടുക്കാനില്ല എന്നതാണ് പണ്ഡിതരൊക്കെ പറയുന്നത്. പക്ഷേ പണ്ഡിതർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വേണ്ടത്ര കഥാഗുണങ്ങളൊന്നും ഈ കഥയ്ക്കില്ല എങ്കിലും താൻ ജീവിക്കുന്ന ജീവിത പശ്ചാത്തലത്തെ ഒരു മാതൃകയാക്കി എഴുതുവാൻ മൂർക്കോത്ത് കുമാരൻ ആദ്യ കഥയിലൂടെ തന്നെ കഴിഞ്ഞിരുന്നു. അത് ഒരു വലിയ ഗുണം തന്നെയാണ്. ഇംഗ്ലീഷ് കഥകളുടെ തർജ്ജമയൊന്നും ചെയ്യാതെ താൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെ, താൻ ജീവിക്കുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ, തന്റെ നാട്ടുകാരെയൊക്കെ ഒരു കഥയായി രൂപപ്പെടുത്താൻ മൂർക്കോത്ത് കുമാരൻ ആ കാലത്തിൽ കഴിഞ്ഞു എന്ന് പറയുന്നത്, തന്റെ ആദ്യ കഥയിലൂടെ കഴിഞ്ഞു എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു കാര്യമല്ല എന്നാണ് പണ്ഡിതരൊക്കെ പറയുന്നത്. പിന്നീട് ഇനി ബാക്കിയുള്ള കഥകളെയൊക്കെ ഒന്ന് നോക്കിയാലോ. അദ്ദേഹത്തിന്റെ മറ്റൊരു കഥ കൂടെ നോക്കിയാലോ. അതായത് കോഴിക്കോട് യാത്ര എന്ന് പറഞ്ഞൊരു കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. തീവണ്ടി യാത്രയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ വന്ന കള്ളനെ കൊണ്ട് തനിക്ക് പറ്റിയ അമളികളെ സരസമായി വിവരിക്കുന്ന കഥയാണ് കോഴിക്കോട് യാത്ര. തീവണ്ടി യാത്രയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ വന്ന കള്ളനെ കൊണ്ട് തനിക്ക് പറ്റിയ അമളികളെ സരസമായി വിവരിക്കുന്ന കഥയാണ് കോഴിക്കോട് യാത്ര എന്ന് പറയുന്നത്. മറ്റൊരു കഥയുണ്ട്. ഇനിയുള്ള കഥകളാണ് ഒരു കഠിനക്കൈ, മരണപത്രം, പിശാച് എന്നിവ അപസർപ്പക സ്വഭാവമുള്ള കഥകളാണ്. ഒരു കഠിനക്കൈ, മരണപത്രം, പിശാച് എന്ന് പറയുന്നവ ഒരു അപസർപ്പക സ്വഭാവമുള്ള കഥയാണ്. ഈ കഥകളെല്ലാം തന്നെ അപസർപ്പക സ്വഭാവമുള്ള കഥകളാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. താലികെട്ട് കല്യാണം പശ്ചാത്തലമാകുന്ന കഥയാണ് ഒരൊറ്റ നോട്ടം. അത് മാത്രമല്ല കൊലയോ ആത്മഗതിയോ എന്ന് പറയുന്ന കഥയും അദ്ദേഹത്തിന്റെ താലികെട്ട് കല്യാണം പ്രമേയമായി വരുന്ന കഥയാണ്. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിരീശ്വരവാദത്തെയും യുക്തിവാദത്തെയും പരിഹസിച്ചെഴുതുന്ന കഥയാണ് ചങ്ങാതിയുടെ പരിവർത്തനം. ഇമ്പോർട്ടന്റ് ആണ്. നിരീശ്വരവാദത്തെയും യുക്തിവാദത്തെയും പരിഹസിച്ചെഴുതിയ കഥയാണ് ചങ്ങാതിയുടെ പരിവർത്തനം. എഴുതി വെക്കുക. ഇനി പറയാനുള്ളത് അദ്ദേഹത്തിനെ പറ്റി ഒരാൾ പറഞ്ഞ അഭിപ്രായമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം പരീക്ഷകൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമ്മൾ വളരെ കൂടുതൽ കണ്ടിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമാണ് അല്ലെ. മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ആദ്യ തലമുറക്കാരിൽ നായനാരും മൂർക്കോത്തും പിൽക്കാലത്ത് ഇ വി കൃഷ്ണപിള്ളയും മാത്രമേ റൊമാന്റിക് ലോകത്തിൽ നിന്നും സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ആദ്യ തലമുറക്കാരിൽ നായനാരും മൂർക്കോത്തും പിൽക്കാലത്ത് ഇ വി കൃഷ്ണപിള്ളയും മാത്രമേ റൊമാന്റിക് ലോകത്തിൽ നിന്നും സാധാരണ മനുഷ്യരിലേക്ക്, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ എന്ന് ആര് പറയുന്നുണ്ടെന്നറിയോ? ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ എം അച്യുതൻ പറയുന്നുണ്ട്. എഴുതി വെക്കുക. അതിനൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, സാമൂഹിക ജീവിതത്തിനുതകുന്ന നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ, തന്റെ കഥകളിൽ കൊണ്ടുവരുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു മൂർക്കോത്ത് കുമാരൻ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വടക്കേ മലബാറിന്റെ സാമുദായിക ജീവിതമാണ് കുമാരന്റെ കഥകളിൽ കൂടുതലായും കണ്ടിരുന്നത് എന്ന് പണ്ഡിതരൊക്കെ പറയുന്നുണ്ട്. മൂർക്കോത്ത് കുമാരന്റെ കഥകളുടെ ഒരു ശേഖരണമാണ്, അല്ലെങ്കിൽ ഒരു കഥകളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ പുറകിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പോസ് ചെയ്തോ ഒക്കെ നോട്ട് എഴുതിയെടുത്ത് കഥയെങ്കിലും പഠിച്ചു വെക്കുക. കാരണം കഥകളെയും കഥാകൃത്തുക്കളെയും ചേരുംപടി ചേർക്കാനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ ചെറിയ കുറച്ച് കഥകളെ നമ്മൾ വിശദമായി നോക്കിയിട്ടുള്ളൂ. മറ്റ് കഥകളുടെ പേരുകളാണിത്. അന്യതാ ചിന്തിതം കാര്യം, ദൈവം അന്യത്ര ചിന്തയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു കഠിനക്കൈ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ എന്റെ കോഴിക്കോട് യാത്രയുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ എന്റെ തീവണ്ടി യാത്ര. അങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തോ സ്ക്രീൻഷോട്ട് എടുത്തോ ഒക്കെ ഈ കഥകളുടെ പേര് ഒന്ന് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് നേരിട്ട് അറിയിച്ച 1-2 കാര്യങ്ങൾ നമ്മുടെ സജഷൻസ് പ്രകാരം അറിയിച്ചിട്ടുണ്ട്. നോട്ടുകൾ പലപ്പോഴും മിസ്സായി പോകുന്നുണ്ട് ഇങ്ങനെ ബാക്കിൽ കൊടുക്കുമ്പോൾ. അതിനിപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു 2 സെക്കൻഡ് ഞാൻ എന്നെ ഒന്ന് മായ്ച്ചു കളയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് കൃത്യമായിട്ട് കാണാം. ആ ഒരു പാർട്ട് വരുമ്പോൾ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോട്ട് എഴുതി എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നോട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നോട്ട് മിസ്സായിട്ടില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഞാൻ എന്നെ മായ്ച്ചു കളഞ്ഞ നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിലയേറിയ സജഷൻസ് നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. കാരണം നിങ്ങൾ
എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകളെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ അപ്ഡേഷനും ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ കഥകൾ എല്ലാവരും തന്നെ എഴുതിയെടുക്കുക, പഠിച്ചു വെക്കുക. അപ്പൊ മൂർക്കോത്ത് കുമാരനെ പറ്റി ഇത്രയൊക്കെ ഇപ്പൊ പറയാനുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം മലയാള ചെറുകഥയുടെ തുടക്കത്തെ പറ്റി പറഞ്ഞു, എന്താണ് ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥയെ പറ്റി പറഞ്ഞു, കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെ പറ്റി പറഞ്ഞു, മൂർക്കോത്ത് കുമാരനെ പറ്റി പറഞ്ഞു. ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി.